കൈമാറ്റം ചെയ്ത് അവരെ ആ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാൻ തക്കവണ്ണം വളരെ ലളിതമായ ജീവിതശൈലിയിൽ ആത്മാർത്ഥമായ അർപ്പണബോധത്തോടുകൂടെ ആ നൽകുന്നതായ നല്ല സേവനങ്ങളും ആ നല്ല മാതൃകകളൊക്കെ ഞാൻ ഓർക്കുകയാണ്. ഈ എല്ലാ നല്ല മാതൃകകളെയും ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. പ്രത്യേകിച്ച് മാതാവ് കടന്നു പോകുന്നത് കൃത്യമായ ഒരു അനുഭവത്തിലേക്കാണ് എന്ന് നാം പ്രത്യാശിക്കുന്നു. കർത്താവിന്റെ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു, ജീവിച്ചിരുന്നതിനെ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ആ കർത്താവിന്റെ ജയകരമായ വാഗ്ദാനം ഈ പ്രിയ മാതാവിന് നിത്യജീവിത അനുഭവത്തിലേക്ക് ഇടയാക്കി തീർക്കട്ടെ. ദൈവം നമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ. അനുഗ്രഹകരമായ നല്ല ഓർമ്മകൾ നിലനിർത്തുവാൻ തക്കോണം ഇടയാക്കിയിരട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇടവകയുടെ ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വാക്കുകളെ ഉപസംഹരിക്കുന്നു. ഭവനത്തിൽ വെച്ചുള്ളതായ ശുശ്രൂഷകൾ ആരംഭിക്കും. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ഭരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ഭരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. ഭരണമില്ലാത്തവനെ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, കൃപയുണ്ടാകും ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ, നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, നാം പരിശുദ്ധനാക്കപ്പെടണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞാൻ തരണമേ. ഞങ്ങളുടെ കാരുണ്യം ചുരുക്കങ്ങളുണ്ടാകും ഞങ്ങളോട് ക്ഷമിക്കണമേ. തിരിച്ചെല്ലെ പ്രവേശിച്ചില്ല ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഇതോടെ രാജ്യശക്തി അറിയുമേ. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കത്തുകൽപ്പനയാൽ വേർപെട്ടു പോയിരിക്കുന്ന ഈ മാതാവിന്റെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിശ്ചന്മാരായ മത്സരക്കാടുകളിൽ നിന്നും അദൃശ്യമായ സൈനികരിൽ നിന്നുകളെ നീ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ എന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധവുമായുള്ളവേ, ഇപ്പോൾ എല്ലായ്പ്പോഴും എന്നേക്കുകൾ നിന്റെ പരിശുദ്ധനാൾ വസിക്കുമാറാകണമേ. ജീവനെടുത്തിടുമ്പോൾ ഹൃദയായി മണ്ണിൽ ചേരുന്നോ തത്വം വാഴട്ടെന്നും തൻക്രിയകളിലുടയോ കഴിയട്ടെ മാറയ്ക്കുമോ നിലവോലം വാദാമലോലം പ്രിയനാം ലാസറിനെ കബറിൽ എഴുന്നേൽപ്പിച്ചോനെ വാഴ്ത്താൻ വന്നിടുവിൻ. പ്രതിഭാശത്തിനും വിധവാസുതനെ വിടുവിച്ചോൻ നാം എല്ലായ്പ്പോഴും വിശ്രമമന്യേ സുനിരയിൽ ആരാധിക്കേണം. എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഹരവും ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ.
സ്വാതന്ത്ര്യവും പ്രമേയം പകർച്ചയും മാഞ്ഞു പോകാനെല്ലാം നദിയും ഇടപെടാതെ അർപ്പിക്കുവാൻ യോഗ്യരായി തീരണമേ. മരിച്ചവരെ ജയിപ്പിക്കുന്നവരും കബറടക്കപ്പെട്ടവരെ എഴുന്നേൽപ്പിക്കുന്നവരും ന്യായാധിപതിമാരുടെ ന്യായാധിപതിയുമായ കർത്താവിനെ സ്തുതി. ഞങ്ങൾ വാങ്ങിപ്പോയാലും വേണ്ടി പ്രാർത്ഥിക്കുന്നതായി സമയത്തും സകലപരിമാണങ്ങളിലും നേരങ്ങളിലും കാലങ്ങളിൽ ഞങ്ങൾ ജീവനോടികളോളം സ്ത്രീ യോഗ്യമാകുന്നു. ഉണ്ടായിരുന്ന ഇപ്പോൾ ഉള്ളവൻ നിലനിൽക്കുന്നു പിതാവിന്റെ മഹത്വത്തിൽ വിശുദ്ധമാരോടുകൂടെ പരിപാലിക്കുന്നവൻ സംഖ്യാതീതമായ നിലകളും ഗുണങ്ങളും പതിനായിരങ്ങളും ഗ്രഹമുമ്പാകെ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ പാപന്മാരും ഹൃദയുള്ള ഗണങ്ങളും സ്വർഗീയാമേഹങ്ങളിൽ നീ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദം നീ അപകസിക്കുമ്പോൾ മണ്ണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും അതിഭൂതം കഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ചേർന്നു സർവശരീരങ്ങളായ സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടാവും നിർമ്മിതാവും ബുദ്ധിശക്തിയുള്ളവരെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ നന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചവരെ സമാധാനം ബോധിപ്പിക്കുവാനുമായി സകല വംശങ്ങളും ഗോത്രങ്ങളും പരിഭ്രമങ്ങളും ഭയങ്കരമായ എന്റെ സംഭാവനം പാപങ്ങൾ കൂടുകയും ചെയ്യുന്നു. ബലവാനും കാണ്യവാനുമായ ദൈവമായ കർത്താവേ, ഇവയെല്ലാം സംഭവിക്കുകയും പ്രവർത്തിക്കപ്പെടുകയും ചെയ്യുന്നതായ സമയത്ത് നിങ്ങളുടെ പ്രത്യാശയോടെ നിർമ്മാതിരിക്കുന്ന നിന്റെ ദാസിയെ നിന്റെ വലതുഭാഗത്ത് നിർത്തിക്കൊള്ളണമേ. എന്റെ ശരീരം ഭക്ഷിക്കുകയും എന്റെ രക്തം പാനം ചെയ്യുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവനും എന്നിലും ഞാൻ അവരിലും വസിക്കുന്നു. അവസാനം ഞാൻ അവനെ ഉയർത്തിനേർത്തി നിറവേറ്റണമേ. ഞങ്ങൾ ഞങ്ങളുടെ പരിചയത്തിന്റെ വലതുഭാഗത്തുകൊണ്ട് നിന്റെ കരുണയെ കാണുകയും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധ സഹായിക്കും സ്തോത്രവും കരേൽപ്പിക്കുകയും ചെയ്യുമാറാകണമേ. പരിഹാരവും പാപങ്ങൾക്ക് വചനവും രണ്ടു ലോകങ്ങളിൽ നീക്കുന്ന പ്രാപിക്കുമാറാകട്ടെ. മകരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ട് അരികിൽ നിന്നേറ്റം കേൾക്കാൻ തോന്നും നിലത്തെ ബാലന്മാരെയും കണ്ട് പ്രഭുവനിതകളും ദാസികളും സ്വന്തം പാടുന്നു. സുന്ദരനെ വ്യതയോടെങ്കിനു പാടിയിടോ മൂടാമിണ്ടാതെ നീ കാണുന്നൊരു സൗന്ദര്യം പാഴായി പോയിടും ഈ രക്താംബര രുചിരതയെ മരണമശേഷം മായിക്കും ഈസോ നേര്യം പ്രാതകാലത്തിൽ തെളിവാകും സൂര്യന് തുല്യം ഈസോ നേര്യം പാർവൽ കൊടിയിന്ന് തങ്ങം തുല്യം ഈസോ നേര്യം സന്ധ്യ വേളയിൽ പാടിയിടും കോവിന് തുല്യം പാദത്തിൽ പാഴാം രൂപത്തിൽ കനിയുക കർത്താവേ ജീവൻ നൽകി തേജോ അവനെ അണിച്ചിടണമേ സർവ ഈശാസ്തോത്രം സ്തോത്രം ബലവാനും മഹാകാരുണ്യവാനും ദയാലുമായ ദൈവമായ കർത്താവേ, തിരുസന്നിധിയിലേക്ക് നീ എടുത്തിരിക്കുന്നതിനാൽ നിദ്രാക്ഷിക്കുന്ന ഈ സഹോദരിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ വാസസ്ഥലത്ത് ഇവിടെ ആശ്വസിപ്പിക്കണമേ.
കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുവൻപാടിയുള്ള പ്രസന്നതയ്ക്കും ഇവിടെ ഇറങ്ങിയാക്കുകയും ചെയ്യണമേ. സുസമാധാനം കൈക്കൊള്ളുക. കന്മഷമകിലം മോചിക്ക ഇവിടെ വിധിക്കരുതേ നാഥ. നിർമായം നീയേകണ്ട അപരാധികൾ അർഹിച്ചിടും നരകത്തിന് രക്ഷിതയായി കൽപ്പന കാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം. അധികാരവും അവകാശമതും ബലവാന സൃഷ്ടാവരെ വിസ്തരണം ചെയ്യുന്നൂനം സാക്ഷാൽ അവകാശികളും സുവരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരെഴുതി വേഗം സ്വർഗമഹാരാജ്യം മരണത്തെ ഞാൻ വിദ്യാഭീതിയുമില്ല നടത്തിയിടും വിധിയോട്ടഞ്ചിടുന്നേ ഞാൻ ബാക്കുമോ നീ സ്വർഗമഹത്വം ചാട്ടിയിടും സൂര്യോധനി ജീവൻ നൽകി നിന്നെ വലത്തായി ചേർത്തിടും. ഒഴിയോറാകെ കന്യാസ്ത്രീകളിൽ പ്രാപിക്കും സകലേ പുനരുത്ഥാനത്തിൽ വ്യാകുലമതൻ ചിന്താ ജീവൻ പോയി പോയി വേറിയും മാതാവെ നോക്കിടുമാറ്റലിൽ നടുവിയ ഉയരുന്നു തായില്ല പറവ കുഞ്ഞുങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോധിച്ചിടുന്നു. കേൾക്കുന്നോരെല്ലാം ഏകത്താലവരോടൊപ്പം കരയുന്നു. നിന്നോട് സൃഷ്ടിയ നീ നവമാക്കി
സത്യമിഴും വിധിയും നാളിൽ പാടേണം പരിശുദ്ധന്മാരോ തിവൾ നിൻ സ്തുതി വന്നവരും വരുമോനും സുധര ധന്യനായ ഗീവർഗീസ് ജോൺസൺ ഇപ്പോൾ ആശ്വാസ വചനങ്ങൾ കൊണ്ട് സംസാരിക്കും. സഹോദരങ്ങളെ, ഈ പ്രിയ മാതാവിന്റെ വേർപാടിൽ ദുഃഖത്തിനും വിലാപത്തിനുമായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, വളരെയേറെ വേദനാജനകമായ സാഹചര്യമാണ് ഒരു ഭവനത്തിലൊരു മരണം നടക്കുക എന്നുള്ളത്. ഇന്ന് വേദോസ്തം നമ്മെ പഠിപ്പിക്കുന്നത് ദുഃഖത്തെ കടുവരിയായിട്ട് പ്രത്യാശയുടെ അനുഭവമായിട്ട് ഓരോ വിശ്വാസിയുടെയും വേർപാടിനെ കാണണം എന്നാണ്. പ്രകാരം ഈ അമ്മച്ചിയുടെ വേർപാട് ഭൗതികമായി നമുക്ക് ദുഃഖമുണ്ടാക്കുന്നുവെങ്കിലും അതിനപ്പുറത്തായിട്ട് ദൈവസ്ഥാനത്തിലേക്ക് കടന്നുപോയിരിക്കുന്നു എന്നുള്ള പ്രത്യാശയിൽ നമുക്ക് ഈ അമ്മച്ചിയെ യാത്രയയ്ക്കാം. സംഗീതകാരൻ പറഞ്ഞിരിക്കുന്ന മനുഷ്യന്റെ ആയുസ് 70 ഏറിയ 80 എന്ന് വായിക്കുമ്പോൾ അതിനപ്പുറത്തായിട്ട് ദൈവം കൽപ്പിച്ച് നൽകിയ ആയുസ് ശ്രേഷ്ഠതയോടെ ജീവിച്ച് ധന്യതയോടെ കടന്നുപോകുന്ന ഒരു അമ്മച്ചിയാണ് നമ്മൾ യാത്രയയ്ക്കുന്നത്. ഈ ഭവനമായി എനിക്കുള്ള ബന്ധം പ്രിയപ്പെട്ട കുഞ്ഞോളമാമയും അച്ഛനുമായിട്ട് ഉള്ള ബന്ധമാണ്. എൻ്റെ ഭാര്യ സഹോദരിയുടെ നാത്തൂനാണ് പ്രിയപ്പെട്ട കുഞ്ഞോളമാമ. അങ്ങനെ ഭവനവുമായി നേരത്തെ ബന്ധപ്പെടുവാനും ഇവിടെ വന്ന ഈ അമ്മച്ചിയുടെ സ്നേഹം ഒക്കെയും അനുഭവിക്കുവാനും ഒക്കെ അവസരം ലഭിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. ദീർഘമായി സംസാരിക്കുന്ന അവസരമല്ല. ഈ അമ്മച്ചിയുടെ വേർപാട് ഈ ലോകത്തിലെ ജീവിതത്തിന്റെ ഒരു അവസാനം മാത്രമാണ്. അമ്മച്ചിയുടെ ഈ ലോക ജീവിതം അവസാനിച്ച് നിത്യലോകത്തിലേക്ക് അമ്മച്ചി യാത്ര ആയിരിക്കുന്നു. അതാണ് ഒരു വ്യക്തിയുടെ വേർപാട് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. പുസ്തകം 2:7 നേരത്തെ പൊടിയിൽ നിന്നും ദൈവത്തിന്റെ സാദൃശ്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ച് അവനിലേക്ക് ദൈവത്തിന്റെ ആത്മാവിനെ കടത്തിവിട്ടപ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്ന് വായിക്കുമ്പോൾ അതിനപ്പുറത്തായിട്ട് സഭാപ്രസംഗി 12:7 പൊടി പണ്ട് ആയിരുന്നതുപോലെ പൊടിയിലേക്ക് ചേരും, ആത്മാവ് അതിന്റെ ഉടയവന്റെ അടുത്തേക്ക് പോകും എന്ന് എഴുതിയിരിക്കുന്നു. അതാണ് ഇവിടെ സംഭവിച്ചത്. മണ്ണുകൊണ്ട് നിർമ്മിക്കപ്പെട്ട ഈ ശരീരം മൂലപദാർത്ഥമായ മണ്ണിലേക്ക് തിരികെ ചേരുമ്പോൾ അതിനെ എന്റെ ആത്മാവിനെ നൽകിയവനായ ദൈവത്തിന്റെ അടുത്തേക്ക് ആത്മാവ് പോകുന്നു. ആത്മാവ് അവിടെ എന്താണ് ചെയ്യുന്നത്? ഇവിടെ നടക്കുന്ന ശുശ്രൂഷകളിൽ അത് വ്യക്തമാണ്. ഇവിടെ നടക്കുന്ന 4 ശുശ്രൂഷകളിൽ ഒരു ശുശ്രൂഷയുടെ പ്രാരംഭ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ദൈവമായ കർത്താവേ, ദുഃഖങ്ങളും ക്ലേശങ്ങളും ഈ ലോകത്തുനിന്ന് വേർപെട്ട് വിദൂരസ്ഥമായി തീർന്നിരിക്കുന്ന ഈ ആത്മാവ് ആശ്വാസവും ആനന്ദവും പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് നിന്റെ പരിശുദ്ധ മാലാഖമാരാൽ നയിക്കപ്പെടുവാനും പുനരുത്ഥാന ദിവസം വരെ ഇവിടെ ആശ്വാസവും ആനന്ദവും അനുഭവിച്ചുകൊണ്ട് പിതൃപുത്ര പരിശുദ്ധാത്മാവാൻ നിന്റെ മുഖപ്രസാദത്തോടെ അഭിമുഖീകരിക്കുവാനും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ലോകത്തിലെ കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ വിട്ട് മലാഖമാരുടെ അകമ്പടിയോടുകൂടി ഈ അമ്മച്ചി കർത്താവ് 2ാമത് വരുന്നതുവരെ ആശ്വാസവും ആനന്ദവും അനുഭവിക്കാൻ കടന്നുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അമ്മച്ചിയുടെ ജീവിതം ഇവിടെ അവസാനിച്ചു എന്നുള്ളതേ ഉള്ളൂ. നിത്യലോകത്തില് ഈ ജീവിതം വീണ്ടും തുടരുകയാണ്. ആത്മാവ് സജീവമായിരിക്കുന്നിടത്തോളം കാലം ഈ ജീവിതം തുടരും. അമ്മച്ചി സ്വർഗത്തിൽ ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടപ്പാട് നമുക്കുണ്ട്. ആ ഒരു ചിന്തയും വിശ്വാസവുമാണ് ഓർത്തഡോക്സ് സഭ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ഒരു അനുഭവത്തിൽ ഈ അമ്മച്ചി കടന്നുപോയിരിക്കുന്നത് നമുക്ക് വേണ്ടി മധ്യസ്ഥത കാണിക്കുവാനാണ്. അതുകൊണ്ട് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മളും ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്നുള്ളത് ഓർക്കണം. ഈ അമ്മച്ചിയുടെ വേർപാടിൽ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവർക്കും, പ്രിയപ്പെട്ട എല്ലാ മക്കൾക്കും, മരുമക്കൾക്കും, കൊച്ചുമക്കൾക്കും, എല്ലാ ബന്ധുക്കൾക്കും ദൈവം ശ്വാസം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വൈദികരുടെയും എല്ലാവരുടെയും നാമത്തിൽ അമ്മച്ചിയുടെ ദേഹവിയോഗത്തിലുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് എനിക്ക് ലഭിച്ച അവസരത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പത്തനംതിട്ട DCC പ്രസിഡന്റ് ബഹുമാനായ മോഹൻരാജ് അവരുകൾ ഈ ഭവനവുമായി ഏറ്റവും നല്ല ബന്ധം പുലർത്തുന്ന പ്രിയപ്പെട്ട അമ്മച്ചിയുടെ മക്കളുമായിട്ടൊക്കെ ഏറ്റവും നല്ല സൗഹൃദം പുലർത്തുന്ന അദ്ദേഹമാണ്. അദ്ദേഹം കൂടുതൽ വാക്ക് അനുസരിക്കുന്നു.
വൈദിക ശാസ്ത്രത്തിന് സ്വാഗതം. ഇവിടെ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അമ്മച്ചി, ജീവിതമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഈ അമ്മച്ചിയെ യാത്ര അയക്കേണ്ടുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. 45 വർഷമായി ഞാൻ ഈ വീട്ടിൽ കടന്നു വരുമായിരുന്നു. കോളേജിൽ പഠിക്കുന്ന കാലം മുതൽ സന്നദ്ധമായുള്ള സുഹൃത്തുക്കൾ പലപ്പോഴും ഇവിടെ വന്ന് താമസിച്ച് ഭക്ഷണം കഴിച്ച് പോകാനുള്ള സാഹചര്യം പലപ്പോഴും. അതിനുശേഷം തലച്ചായനും ചായനും ഒക്കെയായി ആ കുടുംബത്തിലെ എല്ലാവരുമായി ഉണ്ടായ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അത് ഒരാത്മബന്ധമായി വളർത്തിക്കൊണ്ട് നിലനിർത്താൻ എനിക്ക് കഴിയും. അമ്മച്ചിയുടെ അസുഖം ഉണ്ടായി ഇടയ്ക്കിടെ വന്ന് കഴിഞ്ഞ ആഴ്ചയിൽ നല്ല ബോധത്തോടെ ഇരിക്കുമ്പോൾ തന്നെ വന്ന് കാണാനും പിന്നെ കൊണ്ടുവിടാനുമുള്ള അവസരമുണ്ട്. പൊന്നച്ഛനും തങ്കച്ചനും സ്ഥലത്തില്ലായിരിക്കും. ഇടയ്ക്കിടെ അന്വേഷിച്ച കാര്യങ്ങൾ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ ഏറ്റവും സന്തോഷപ്രദമായ ഒരു കുടുംബ ജീവിതം നയിച്ച് മക്കളെ എല്ലാവരെയും, കൊച്ചുമക്കളെ എല്ലാവരെയും നന്നായി വളരുന്നത് കണ്ട് വളരെ സന്തോഷത്തോടു കൂടിയാണ് പ്രിയപ്പെട്ട അമ്മച്ചി നമ്മെ യാത്രയാവുന്നത്. പ്രിയപ്പെട്ട അമ്മച്ചിയുടെ ആത്മാവിന്റെ നിത്യശാന്തിയുള്ള അനുശോചനം പ്രകടിപ്പിക്കുകയും ചെയ്യാം. പൂച്ചെടി പോലെ പാർക്കുമോ മരണമടഞ്ഞൊരു ദാസീൻ ജീവസ്വരമതണക്കണമേ കബറിൽ ഉദ്യാനത്തിന്ന സൗമൻ കാലസ്ത്രീലായി ഉയരത്തിൽ നിന്നെടുന്നള്ളി ജീവൻ ഏവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്ന് അവരവരോടെഴുന്നേറ്റ് രക്തം കാണും ചെയ്വോ പാതാളത്തിൽ പോകാനായിരാമ എന്നും അവൻ ജീവിപ്പാൻ അന്നത്തേക്ക് മരിച്ചതുന എന്നും കാത്താറും മറിയോടാഹി മേലെ ദീർഘദിവസത്തിൽ എന്റെ സൃഷ്ടിയെ നിർത്തനാക്കണമേ. കർത്താവിനെ ആശ്രയിച്ച് മരിച്ചു എന്റെ വരവിനെ നോക്കി പാർക്കണം വാങ്ങിപ്പോയതിനെ പുണ്യമാക്കണമേ. സ്വയമറാകണമേ. അമീൻ. ബാർക്കുമോർക്ക് പരിശുദ്ധരൂഹയായ ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും സമാധാനം നാലവരോടുകൂടി പ്രകാരം സന്നിധിക്കുന്ന മാതാവിന്റെ ആത്മാവോടുകൂടി ഒരുപാടിന്റെ പരിചയം എല്ലാ പ്രിയപ്പെട്ടവരോടുകൂടി സംസ്കാര ശുശ്രൂഷക്കാരിലപ്പെടുന്ന നിമിഷങ്ങളിൽ ഞങ്ങൾ ജീവിതത്തിൽ നീങ്ങുന്നവരും ഇപ്പോഴും എപ്പോഴും നീക്കുണ്ടാക്കുമാറാകണമേ. പ്രിയമാതാവിനെ യാത്രയാക്കൊണ്ടൊക്കെയുള്ളതായ സമയമാകുന്നു. ഒരിക്കൽ കൂടി ഈ പ്രിയഭവനും പ്രിയമാതാവും ഇടവേക്ക് നൽകിയതായ എല്ലാ നല്ല കാര്യങ്ങളെയും സേവനങ്ങളെയും ദാനങ്ങളെയും ഒക്കെ അനുസ്മരിക്കുകയാകുന്നു. ദൈവത്തിന്റെ ദാന ആശ്വാസങ്ങളെ തുറമുഖത്ത് പ്രിയമാതാവിനെ അർപ്പിക്കുന്നതിന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അന്ത്യ ചുംബനം നൽകി യാത്രയാക്കുക എന്നുള്ളതാണ് നമുക്ക് നടക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവര് പ്രിയമാതാവിനെ അന്ത്യചുംബനം നൽകി യാത്രയാക്കുന്ന സമയത്ത് തന്നെ വിലാപയാത്രയ്ക്കുള്ളതായ ക്രമീകരണങ്ങളെ ചെയ്യണം എന്നുള്ള കാര്യം പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നു. വിലാപഗാനങ്ങൾ ആലപിക്കുന്ന വാഹനത്തിന് തൊട്ട് പിന്നാലെ മറ്റുള്ള വാഹനങ്ങൾ ക്രമീകരിച്ച് അട്ടച്ചാക്കൽ ജംഗ്ഷൻ വഴി
ശാന്തി മുക്ക് വഴി നേരെ വലത്തോട്ട് തിരിയാതെ നേരെ അട്ടച്ചാക്കൽ ജംഗ്ഷൻ വഴി പള്ളിയിലേക്ക് പോവുക എന്നുള്ളതാണ് ക്രമീകരണം ചെയ്യുന്നത്. അതനുസരിച്ച് ശാന്തി മുക്കിൽ നിന്നിട്ട് നേരെ അട്ടച്ചാക്കൽ ജംഗ്ഷൻ വഴി അട്ടച്ചാക്കൽ ജംഗ്ഷനിലെത്തി പള്ളിയിലേക്ക് പോകണം എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാകുന്നു. ആ ക്രമീകരണത്തിൽ എല്ലാവരും പങ്കെടുത്ത് വിലാപിയാക്കൾ ഭംഗിയായി വളരെ അനുഗ്രഹമായി അത് സംബന്ധിക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോട് ഓർപ്പിക്കുന്നു. പുതിയ ശരീരം ദർശിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ട് എങ്കിൽ ഇപ്പോൾ മുമ്പോട്ട് വന്ന് കാണാവുന്നതാണ്. അന്ത്യചുംബനം നടത്തി പുറകിൽ നിൽക്കുന്നവരെന്ന് മാറില്ല. പുറകിൽ നിൽക്കുന്നത് തടസ്സമായിട്ട് നിൽക്കാതെ പുറകിൽ നിൽക്കാതെ കണ്ണിൽ പോകുന്നവർക്ക് തടസ്സം വരുത്താത്ത രീതിയിൽ നിൽക്കുക. കണ്ണിൽ പോകുന്നവർക്ക് തടസ്സം വരുത്താത്ത ഈ നീല വയറൊന്ന് വലിച്ചു കിട്ടാണ്. നീല ഓക്കെ, താങ്ക് യു. ഇഷ്ടമാണോ ഇനി പൊക്കി ഒരു പൊടി ക്യാമറ
ദൈവത്തിന്റെ മരണമേ നിന്റെ ജയങ്ങളെ മരണമേ നിന്റെ വിഷയങ്ങളെ ഇവിടെ നിൽക്കുന്നവർ ഇങ്ങോട്ട് ഇങ്ങനെ പോരെ വിനീതേ വിനീതേ ലൈറ്റ് അതിലെ വിട്ടാലും മതി അതിൽ വന്നാലും മതി വണ്ടിയുടെ സൈഡിൽ കൊണ്ട് വെച്ചു പോകും ദേവാലയത്തിലേക്ക് പോകാൻ ഉള്ളവരെ പ്രാർത്ഥനകളിൽ കയറി അതിലേക്ക് പോകാനുള്ള പ്രയോജനത്തിൽ ആവണമെന്നുള്ള കാര്യത്തോടെ റോഡിലേക്ക് ഇറങ്ങി വാഹനങ്ങളിലേക്ക് കയറി ദേവാലയത്തിലേക്ക് പോകാനുള്ള ക്രമീകരണം ചെയ്യണം. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഭൗതിക ശരീരങ്ങളിൽ നിന്ന് എടുക്കുകയാണ്. വാഹനത്തിലേക്ക് കയറി ദേവാലയത്തിലേക്ക് പോകാനുള്ള ക്രമീകരണം ചെയ്യുക. ഉടനെ തന്നെ നീ സാധനം ഈ ക്യാമറ ഞാൻ പങ്കെടുക്കാം അല്ല ഇത് ഓഫ് ചെയ്യാം
അല്ല ഇതങ്ങെടുത്തു Yeah.